രാജ്യത്തെ സജീവ കോവിഡ് കേസുകൾ 5364 കോവിഡ് മൂലം 4 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1679 കേസുകളുമായി കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടുപിന്നിൽ ഗുജറാത്ത് 615 കേസുകളുമായും വെസ്റ്റ് ബംഗാൾ 596 കേസുകളുമായും ഡൽഹി 562 കേസുകളുമായി ഉണ്ട്. ചില പ്രധാന സംസ്ഥാനങ്ങളിലെ സജീവ കേസുകളുടെ പട്ടിക താഴെ പറയുന്നു. ഡൽഹി 562, ഗുജറാത്ത് 615, കർണാടക 451, കേരളം 1679, മഹാരാഷ്ട്ര 548, രാജസ്ഥാൻ 107, തമിഴ്നാട് 221, ഉത്തർപ്രദേശ് 205, പശ്ചിമ ബംഗാൾ 596 എന്നിവയാണ്. കർണാടകത്തിൽ 1 മരണമാണ് സ്ഥിരീകരിച്ചത്. 65 വയസ്സുള്ള ഒരാളാണ് മരിച്ചത്. ഉയർന്ന രക്തസമ്മർദ്ദവും അനിയന്ത്രിതമായ പ്രമേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റ് അവസ്ഥകൾ ചികിത്സിക്കുന്നതിനിടെയാണ് കോവിഡ് അണുബാധ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ 2 മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഹൃദയവാൽവ് രോഗം, OCPD, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുൾപ്പെടെ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന 74 വയസ്സുള്ള ഒരു സ്ത്രീ കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ച ശേഷം മരണപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള 79 വയസ്സുള്ള ഒരാളും മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം, പക്ഷാഘാതം, കരൾ രോഗം, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മൂത്രനാളി അണുബാധ എന്നിവ ഉണ്ടായിരുന്നു. പഞ്ചാബിൽ 1 മരണം സ്ഥിരീകരിച്ചു. 69 വയസ്സുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത്. ശ്വാസകോശത്തിലെ ത്രോംബോബോളിസം, അമിതവണ്ണം എന്നിവയും അവർക്കുണ്ടായിരുന്നു. ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.